So now we move on to a new topic, the partial derivatives. So ordinary ഡെറിവേറ്റീവും പാർഷ്യൽ ഡെറിവേറ്റീവ്സും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. So first of all, we are defining partial derivatives of a function of two variables. First one is partial derivative with respect to x, and the second one is partial derivative with respect to y. So the partial derivative of a function f with respect to x, also called the partial derivative of z with respect to x, is the derivative at x0 of a function that results when y is equal to y0 is held fixed and x is allowed to vary. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈയെ നമ്മൾ ഫിക്സഡ് ആയിട്ട് ഹോൾഡ് ചെയ്യുകയും എക്സിനെ നമ്മൾ വേരി ചെയ്യുകയും ചെയ്യുകയാണ്. സോ അതിന് ഒരു നൊട്ടേഷൻ ഉണ്ട്, എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഇറ്റ് ഈസ് എ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് with respect to x at the point x0 y0 is defined as d by dx of f of x comma y0. കാരണം അവിടെ y ഫിക്സഡ് ആയതുകൊണ്ട് y0 ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ അത് ഡെഫിനിഷൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് കോമ y0 മൈനസ് എഫ് ഓഫ് x0 കോമ y0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ നിങ്ങൾക്കറിയാം y0 ഫിക്സ്ഡ് ആണ്, എക്സിനെയാണ് നമ്മൾ വേരി ചെയ്യാൻ അനുവദിക്കുന്നത്. സോ അതാണ് ഡെഫിനിഷനെ ബാധിക്കുന്നത്. അതേപോലെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാൻ പറ്റും. നൊട്ടേഷൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ എഫ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ എക്സ് നോട്ട് വേരി ചെയ്യത്തില്ല, എക്സ് നോട്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, വൈ വേരി ചെയ്യും. അതുകൊണ്ടാണ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതിയേക്കുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ബൈ ദ ഡെഫിനിഷൻ. സോ നമ്മുടെ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് ആണ് ഡിഫൈൻ ചെയ്തത്. എന്നാൽ it is better to consider partial derivative as a function. ഡെഫിനിഷൻ നമ്മൾ എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണ് കൺസിഡർ ചെയ്തത്. ഇവിടെ നമ്മൾ എഫ് എക്സ് അറ്റ് എക്സ് വൈ കൺസിഡർ ചെയ്യാണ്. സോ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ആകെ ഓർക്കേണ്ടത്, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നതെങ്കിൽ വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നതെങ്കിൽ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് ഡു ആൻ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് fx at 1 3 and fy at 1 3 of f of xy is equal to 2x cube y square plus 2y plus 4x. So this here, let's first of all find what is fx at xy. It is by definition d by dx of f of xy treating y as constant അല്ലേ. സോ അപ്പോൾ എന്ത് വരും, ഡി ബൈ ഡി എക്സ് ഓഫ് 2x ക്യൂബ് വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 4x ട്രീറ്റിംഗ് y കോൺസ്റ്റൻറ്റ്. സോ അപ്പോൾ 2y സ്ക്വയർ ഇൻറ്റു 3x സ്ക്വയർ പ്ലസ് 0 പ്ലസ് 4 എന്ന് വരും. സോ ഇറ്റ് ബിക്കം 6x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 4. നമുക്ക് വേണ്ടത് എഫ് എക്സ് അറ്റ് 1 3 ആണ്. സോ എക്സ് കാണുന്നിടത്ത് 1ഉം വൈ കാണുന്നിടത്ത് 3ഉം കൊടുത്താൽ മതി. സോ ഇറ്റ് ബിക്കംസ് 9 6 54 പ്ലസ് 4 ഇറ്റ് ബിക്കംസ് 58. സോ ദിസ് ഇസ് ഇറ്റ്. സോ ലൈക്ക് വൈസ് എഫ് വൈ അറ്റ് 1 3 കണ്ടുപിടിക്കാൻ, സോ എഫ് വൈ അറ്റ് എക്സ് വൈ ബൈ ഡെഫിനിഷൻ ഇറ്റ് ഇസ് ഡി ബൈ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ട്രീറ്റിംഗ് എക്സ് ആസ് കോൺസ്റ്റൻറ്റ്. സോ ഇറ്റ് ബിക്കംസ് ഡി ബൈ ഡി വൈ ഓഫ് 2x cube y square plus 2y plus 4x. By treating x as constant, it becomes 2x cube into 2y plus 2 plus 0 എന്ന് വരും. And it is 4x cube y plus 2. നമുക്ക് വേണ്ടത് എഫ് വൈ അറ്റ് 1 3 ആണ്. So it is 4 into 1 cube into 3 plus 2. It is 14. So that is how we find the partial derivative. നമ്മൾ ഓർഡിനറി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ നമുക്ക് ഡി എഫ് ബൈ ഡി എക്സ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ്. എന്നാൽ പാർഷ്യൽ ഡെറിവേറ്റീവിനെ നമ്മൾ ഡോ എന്ന് പറഞ്ഞ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇറ്റ്, ഡോ. സോ വി യൂസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓർ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസെഡ് ടു റെപ്രസെൻറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, and dou by dou y of f or dou by dou y of z to represent partial derivative with respect to y.
Now പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആൻഡ് സോ ഓൺ അങ്ങനെ കൊടുത്താൽ മതി. അതിൻ്റെ നൊട്ടേഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. സോ നൗ ലെറ്റ്സ് ഡു 2 എക്സാമ്പിൾസ്. സോ തന്നിട്ടുള്ളത് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇസെഡ് എന്താണെന്ന് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ബിക്കംസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് റേസ് ടു 4 ഇൻറ്റു സൈൻ ഓഫ് എക്സ് വൈ ക്യൂബ്. പ്രൊഡക്റ്റ് റൂൾ നമ്മൾ യൂസ് ചെയ്യണം. രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് second into derivative of first. It is x raised to 4 into sin the cos ആണ്, so it is cos xy cube into dou by dou x of xy cube എന്ന് വരും plus sin of xy cube into 4x cube എന്ന് വരും. So it becomes x raised to 4 into cos of xy cube into ഇവിടെ y cube constant ആയിട്ട് വരും into 1 plus sin xy cube into 4x cube. So finally we'll get x raised to 4 y cube into cos of xy cube plus 4x cube sin xy cube. So this is the final answer. So അതേപോലെ നമുക്ക് ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് കണ്ടുപിടിക്കാം. ഇറ്റ് ബിക്കംസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് റേസ് ടു 4 ഇൻറ്റു സൈൻ എക്സ് വൈ ക്യൂബ്. അഗെയിൻ പ്രൊഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ എക്സ് വൈ ക്യൂബ് പ്ലസ് സെക്കൻഡ് സൈൻ എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് റേസ് ടു 4. So it becomes x raised to 4 into derivative of sin is cos. So cos xy cube into dou by dou y of xy cube plus sin xy cube into derivative of x raised to 4 with respect to y is 0. So അത് 0 ആയിട്ട് പോകും. ഹെൻസ് ഇത് മൊത്തം വാനിഷ് ആയി പോകും. സോ നമ്മൾ ആദ്യത്തേത് മാത്രമേ കൺസിഡർ ചെയ്താൽ മതി. സോ ഇറ്റ് ബിക്കംസ് x raised to 4 into cos xy cube into ഇവിടെ x കോൺസ്റ്റൻ്റ് ആയിരിക്കും. So derivative of y cube with respect to y is 3y square. So it becomes finally x raised to 5 3x raised to 5 y square into cos xy cube. So this is the partial derivative of z with respect to y.